സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രി വജ്രജൂബിലി നിറവിൽ. ആലക്കോട് തളിപ്പറമ്പിന്റെ കിഴക്കൻ മലയോരത്തെ ആശുപത്രിയിലാണ് തലശ്ശേരി അതിരൂപതയുടെ സ്ഥാപനമായ കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രി. 1960കളുടെ തുടക്കത്തിൽ ഒറ്റമുറിയിൽ ഒരു കമ്പൗണ്ടറും നഴ്സും മാത്രമുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രമായി തുടങ്ങിയതായിരുന്നു ഇത്. 1964-65 വർഷത്തിൽ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയുടെ ശ്രമഫലമായി രൂപതയുടെ സ്ഥാപനമായി ആശുപത്രി മാറ്റി സ്ഥാപിതമായി. കിടത്തി ചികിത്സാ സൗകര്യങ്ങളുടെ കെട്ടിടം അന്നത്തെ എറണാകുളം അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാറേക്കാട്ടിലാണ് വെഞ്ചരിച്ച് ഉദ്ഘാടനം ചെയ്തത്. അന്ന് തന്നെ കരുവഞ്ചാൽ ടൗണിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ കുരിശുപള്ളിയും വെഞ്ചരിച്ചു. ആശുപത്രിയുടെ വജ്രജൂബിലി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ജൂബിലി ആഘോഷ പരിപാടികൾ ആർച്ച് ബിഷപ്പ് എമിററ്റ്സ് മാർ ജോർജ് ഞരളക്കാട്ട് ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. മോൺസ് ആന്റണി മുതുക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓട്ടപ്പള്ളിയിൽ 100 കർമ്മ പദ്ധതികൾ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ ആശുപത്രിയുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ഹോപ്പ് പാലിയേറ്റീവ് കെയർ സംഘടന പ്രവർത്തകരെ ആദരിച്ചു. ആക്സിബോൺ എന്ന പേരിൽ നടത്തുന്ന വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ കർമ്മ പരിപാടികൾ ഒരു വർഷത്തിനിടെ നടത്തും. ജൂബിലി ഉദ്ഘാടന ചടങ്ങിൽ വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ തോമസ് തെങ്ങുംപള്ളിൽ, ഇടവക വികാരി ഫാദർ ജോസഫ് ഈനാച്ചേരി, ആശുപത്രി ഡയറക്ടർ ഫാദർ സാബു പുതുശ്ശേരി, ഡോക്ടർ അമൽ ജോസ് എന്നിവർ പ്രസംഗിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മലയോര മേഖലയിലെ ഈ ആശുപത്രി തലശ്ശേരി അതിരൂപതയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.